ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിഭൂതി ബുധൻ, നമ്മുടെ വലിയ നോയമ്പിൻ്റെ ആരംഭം. ഇന്നേക്ക് 40-ാം നാൾ, അത് ഓശാന ഞായറാഴ്ചയാണ്. ഇന്ന് നമ്മുടെ നെറ്റിയിൽ ചാരം കൊണ്ട് കുരിശ് വരച്ചു. അത് നമ്മുടെ ഉപവാസത്തിൻ്റെ ഫലമായി 40-ാം ദിവസം കർത്താവിനെ എതിരേൽക്കുവാൻ കയ്യിലേന്തുന്ന കുരുത്തോലയായി മാറണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ കുരുത്തോല ജീവനുള്ളതാണെന്ന് പറയാം. ഭസ്മമോ ജീവൻ അറ്റുപോയത്. കഴിഞ്ഞ വർഷത്തെ ഓശാന ഞായറാഴ്ച നമ്മൾ ഉപയോഗിച്ച ആ കുരുത്തോല കത്തിച്ചാണ് ഇന്ന് ചാരമായി നമ്മുടെ നെറ്റിയിൽ പൂശിയത്. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിലെ ഓശാന ഞായറാഴ്ചയും ഈ വിഭൂതി ബുധനും തമ്മിലുള്ള ബന്ധം, അതായത് വിഭൂതി ബുധൻ്റെ കൃത്യം 40-ാം നാളാണ് നമുക്ക് ഓശാന ഞായറാഴ്ച. ഓശാന ഞായറാഴ്ച വിശുദ്ധ വാരത്തിൻ്റെ ആദ്യ ദിനമാണ്. അന്ന് തുടങ്ങി ഈസ്റ്റർ ഞായർ വരെ. അപ്പം ഓശാന ഞായറാഴ്ചയെ പീഡാനുഭവ ഞായർ എന്നാണ് പറയുക. അപ്പോൾ പീഡാനുഭവ ഞായറിൽ തുടങ്ങി ഈസ്റ്റർ ഞായർ വരെയുള്ള ആ ഒരാഴ്ച വിശുദ്ധ വാരം നമ്മുടെ രക്ഷയേകുന്ന ഈശോയുടെ മരണവും ഉത്ഥാനവും ആഘോഷിക്കുന്ന ആഴ്ചയാണ്. അതാണ് ഒരു വിധത്തിൽ നമ്മുടെ ആരാധനാ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ച. അപ്പം അതിന് ഒരുക്കമായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ തപസ്സുകാലം, 40 ദിവസം നീണ്ടു നിൽക്കുന്ന തപസ്സുകാലം. ഈശോയെ അനുകരിച്ചുകൊണ്ടാണ് നമ്മൾ അത് അനുഷ്ഠിക്കുന്നത്. പരസ്യജീവിതത്തിന് ഒരുക്കമായിട്ട് ഈശോ 40 ദിവസം ഉപവസിച്ചു. നമ്മൾ പഴയ നിയമത്തിലും കാണുന്നുണ്ട് ഈ 40ൻ്റെ കണക്ക്. മോശ 40 ദിവസം സീനായി മലയിൽ കഴിഞ്ഞ് ദൈവത്തോടൊത്ത് കഴിഞ്ഞാണ് 10 കൽപ്പന വാങ്ങിയെടുത്തത്. ഏലിയ പ്രവാചകൻ 40 ദിവസത്തെ യാത്ര നടത്തിയാണ് ദൈവാനുഭവത്തിൻ്റെ മലയായ ഹോറബിൽ അവിടെ എത്തിച്ചേർന്നത്. അപ്പം അതിനു മുമ്പ് നമ്മൾ കാണുന്നുണ്ട് നോഹയുടെ കാലത്ത് 40 ദിവസത്തെ ജലപ്രളയത്തിലൂടെയാണ് പഴയ ലോകം നവീകരിക്കപ്പെട്ട് പുതിയ ലോകമായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ ഈ 40ൻ്റെ കണക്ക് പ്രത്യേകം കാണാം. ഒരു വിധത്തിൽ അങ്ങനെ ആ 40 ഒരു വിധത്തിൽ നമുക്ക് വലിയ ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. നമുക്ക് ഉപവാസകാലമാണ്. ഈ ഉപവാസകാലത്ത് നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. 1, ദൈവവുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കണം. 2, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം ക്രമീകരിക്കണം. 3, നമ്മളുമായിട്ടുള്ള ബന്ധത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നമ്മൾ നവീകരിക്കണം. ഒന്നാമത്തേത് ദൈവവുമായിട്ടുള്ള ബന്ധം. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന അനുഭവമാണ്. ദൈവ സാന്നിധ്യ അവബോധത്തോടെ ദൈവസ്വരം തിരിച്ചറിഞ്ഞ് ദൈവേഷ്ടം ഗ്രഹിച്ച് ദൈവശക്തിയാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് ജീവിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് നൽകപ്പെടുന്ന കാലഘട്ടമാണ് ഈ തപസ്സുകാലം. നമ്മൾ പ്രാർത്ഥനയിലൂടെയും വചനം പഠിക്കുന്നതിലൂടെയുമാണ് പ്രധാനമായും ഈ തപസ് ആചരണം നടത്തുക. നമുക്ക് നമ്മുടെ ദിവ്യകുർബാനയിൽ സജീവമായി ഒന്ന് പങ്കുചേരുക. ചിലപ്പോൾ എല്ലാ ദിവസവും സാധിച്ചൊന്നും വരില്ല എങ്കിൽ പോലും നമ്മൾ അതിനൊന്ന് പരിശ്രമിക്കുക. ആ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ഈശോയുടെ സ്നേഹം, ദിവ്യകാരുണ്യം നിരന്തരം നുകരാൻ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ ഇടവകയിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുക. നമുക്ക് നമ്മുടെ ഓരോ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന വെറും നമ്മൾ ഒരു ചൊല്ലൽ മാത്രമായി പോകാതെ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അവസരമാക്കി മാറ്റാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെല്ലാം വെടിഞ്ഞ് നമുക്ക് ദൈവേഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ദൈവത്തെ മറന്നുപോയ, ദൈവത്തെ മാറ്റിവെച്ച, ദൈവത്തെ മറുത്തുപോയ അവസരങ്ങളോടത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിലേക്കും ക്ഷമയിലേക്കും സ്നേഹത്തിലേക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് കടന്നു വരുവാൻ ലഭിക്കുന്ന സുവർണ അവസരമാണ് ഈ തപസ്സുകാലം. രണ്ടാമത്തേത് മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ നമുക്ക് ക്രമീകരിക്കണം. ദാനധർമ്മം എന്നുള്ള രീതിയിലാണ്. ദാനധർമ്മം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല,
മറ്റുള്ള സ്നേഹത്തെ പ്രതി പ്രിയപ്പെട്ടവരെ നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ സമയവും നമുക്കുള്ളതും ഒക്കെ അങ്ങോട്ട് പങ്കുവയ്ക്കുക പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ രീതിയിൽ നമുക്ക് നന്നായിട്ടുള്ളൊരു പങ്കുവയ്ക്കലിലൂടെ നമ്മുടെ ബന്ധങ്ങളെല്ലാം ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ പിണക്കമെല്ലാം മാറ്റി, വിരോധങ്ങളെല്ലാം അകറ്റി, അസൂയയും അഹങ്കാരവും അകറ്റി നമുക്ക് സ്നേഹത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ ജനമായി ഒരുമിച്ച് കൂടി മുന്നേറാനായിട്ട് നമുക്ക് തയ്യാറാകാം. മൂന്നാമത്തേത് പ്രിയപ്പെട്ടവരെ, നമ്മളോട് തന്നെയുള്ള നമ്മുടെ ബന്ധമാണ്. നമ്മളെ തന്നെ ഒന്ന് കണ്ടെത്തണം. ശരിക്കും ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി നമ്മെ കണ്ടെത്തണം. ദൈവത്തിൻ്റെ വചനം കേട്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഗ്രഹിക്കണം. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവശക്തിയാൽ നാം നിറയപ്പെടണം. ദൈവത്തിന് പ്രീതിപ്പെട്ട രീതിയിൽ നമ്മളെക്കുറിച്ച് ദൈവം എന്ത് സ്വപ്നം കണ്ടോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, ദൈവത്തിന് പ്രീതിപ്പെട്ട ആക്കാൻ നമുക്കൊക്കെ സാധിക്കണം. നമ്മുടെ അന്തസ്സിന് ചേരാത്തവയെല്ലാം നമുക്ക് വിട്ടുപേക്ഷിക്കാം. നമ്മളുടെ ആസക്തികളും നമ്മളുടെ വിരോധങ്ങളും എല്ലാം പാപങ്ങളുമെല്ലാം നമുക്കങ്ങ് വിട്ടുകളയാം. എന്നിട്ടോ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ മുഴുവനും ക്രമീകരിച്ചുകൊണ്ട് നന്മ ചെയ്ത് പരസ്പരം സഹായിച്ച് പരസ്പരം സ്നേഹിച്ച് സ്നേഹൈക്യത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി നമുക്ക് വരുത്തണം, ഒരു പ്രാധാന്യക്രമം രൂപത്തിൽ. ഏറ്റവും പ്രധാനം ദൈവം, അത് കഴിഞ്ഞ് മറ്റുള്ളവർ, അത് കഴിഞ്ഞ് നമ്മൾ എന്നുള്ള ആ ഒരു ബോധത്തോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നന്നായിട്ടൊന്ന് ക്രമീകരിക്കാം. അങ്ങനെ നവീകരിക്കപ്പെട്ട ജീവിതമായി പുതുതാക്കപ്പെട്ട ബന്ധങ്ങളിൽ നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസാന്നിധ്യ അവബോധത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടം പറഞ്ഞ് അത് നിറവേറ്റിക്കൊണ്ട് ദൈവത്തിന് പ്രീതിപ്പെട്ട ജീവിതം ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവം തൻ്റെ കൃപയാൽ നമ്മെ നിറയ്ക്കട്ടെ, തൻ്റെ വചനത്താൽ നമ്മെ പഠിപ്പിക്കട്ടെ, തൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മളെ രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ. ആ ദൈവത്തിന് പ്രത്യുത്തരം ഏകിക്കൊണ്ട് ദൈവത്തിന് പ്രീതിപ്പെട്ടവരായി, ദൈവേഷ്ടം നിറവേറ്റുന്നവരായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏവർക്കും വളരെ അനുഗ്രഹമാകാവുന്ന നല്ല തപസ്സുകാലം ആശംസിക്കുന്നു. ആമേൻ.